ചേട്ടാ, ഇന്നലെ ദീപകിൻ്റെ മരണം അറിഞ്ഞ് നിങ്ങൾ പോലീസിനെ വിളിക്കുകയും പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയൊക്കെ ചെയ്തല്ലോ. പോലീസുകാരുടെ സമീപനം എങ്ങനെയായിരുന്നു? നമ്മൾ പോലീസുകാർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 4 പേരായിരുന്നു സ്റ്റേഷനിലുണ്ടായിരുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞങ്ങൾ വാങ്ങിയിട്ടില്ലായിരുന്നു. കാരണം ഇതിലൊരു നടപടി സ്വീകരിച്ചിട്ട് ആ കുട്ടീൻ്റെ പേര് FIR ഇട്ടതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഇതിൽ പിന്മാറുള്ളൂ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ പോലീസ് CI ആണ് അവിടെ ഉണ്ടായിരുന്നത്. CI നമ്മൾ SIനോട് പറഞ്ഞ് ഞങ്ങളിങ്ങനെ പരാതിപ്പെടാൻ വേണ്ടി വന്നതാണ്. ഇന്ന ആളെ പേരിൽ ഇങ്ങനെ കേസ് എടുക്കണം, കാരണം ആ ഒരു കാരണം കൊണ്ടാണ് അദ്ദേഹം മരണപ്പെട്ടതെന്ന് പറഞ്ഞിട്ട് ഞങ്ങളും ഞങ്ങളുടെ സഹപ്രവർത്തകരും കൂടി ചെന്നതാണ്. അപ്പോൾ അവിടെ CI ഞങ്ങൾ പറയുന്നത് കൂടി കേൾക്കാൻ തയ്യാറാവാണ്ടേ അദ്ദേഹം ജീപ്പിൽ കയറുകയും, യൂണിഫോമല്ല, അദ്ദേഹം ജീപ്പിൽ കയറുകയും ജീപ്പിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ ചെന്ന സമയത്ത് അദ്ദേഹം ഞങ്ങളോട് സംസാരിക്കുന്ന രീതി എന്താണെന്ന് വെച്ചാൽ, അത് അവർ ചെയ്തതല്ലേ, ഞാൻ കണ്ടു വീഡിയോ. അപ്പോൾ ഞാൻ സാറോട് ചോദിച്ചു, സാർ അതിൽ എന്താ സാറ് വീഡിയോ കണ്ടതെന്ന് ചോദിച്ചു. കാരണം ആ ഒരു ഡിസ്റ്റൻസിൽ അത്രയും ഡിഫറൻറ്റിലാണ് ആ പെൺകുട്ടി നിൽക്കുന്നത്. ആ പെൺകുട്ടി അങ്ങോട്ട് പോയിട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞാൻ അവരോട് പറഞ്ഞപ്പോൾ ഈ CI ഒരു നടപടിയില്ല, ഞങ്ങൾ നടപടി എടുക്കും എന്ന് മാത്രം പറഞ്ഞിട്ട് ഇവർ നമ്മളെ അവിടുന്ന് ആട്ടിപ്പായിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സംസാരമാണ് അവിടെ ഉണ്ടായത്. അപ്പോൾ ഞങ്ങളത് പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് ഈ ബോഡീനോട് നമ്മളൊരു അനാദരവ് കാണിക്കേണ്ടെന്ന് വിചാരിച്ചതിനെ കൊണ്ട് മാത്രം ആ ബോഡിയായിട്ട് ഞങ്ങൾ നാട്ടിലേക്ക് വരികയാണ് ഉണ്ടായത്. അപ്പം ഞങ്ങൾ അവരോട് സംസാരിച്ചു, മാക്സിമം ഞങ്ങൾ ആ പോലീസുകാർ സംസാരിച്ചു. അപ്പോൾ പോലീസുകാർ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് തെറ്റുള്ള മാതിരിയാണ് ഞങ്ങളോട് സംസാരിക്കുന്നത്. പിന്നെയാണ് ഞങ്ങൾ അതിൻ്റെ പിന്നിലുള്ള വശങ്ങളൊക്കെ ഞങ്ങൾ അറിയുന്നത്. അദ്ദേഹം ആ പെൺകുട്ടി ഒരു ലീഗിൻ്റെ കാൻഡിഡേറ്റ് ആയിരുന്നു. അരീക്കോട് വെള്ളേരി പഞ്ചായത്തിലൊരു ലീഗിൻ്റെ കാൻഡിഡേറ്റാണ്, മെമ്പറാണെന്നുള്ളതൊക്കെ ഞങ്ങൾ പിന്നീടാണ് ആ കാര്യങ്ങൾ അറിയുന്നത്. പിന്നെ ഞങ്ങളിവിടെ വന്നതിന് ശേഷം ആണ് പിന്നെ ബാക്കി എല്ലാവരും ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ ഈ വിവരങ്ങളും കാര്യങ്ങളൊക്കെ അറിഞ്ഞ് എല്ലാവരും ഞങ്ങളെത്തി ഞങ്ങൾക്കുള്ള സഹായങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് വന്നത്. അപ്പം നിലവിൽ ഞാൻ ഇന്നലെ തന്നെ ഞങ്ങൾ പറഞ്ഞേക്കുന്നത്, ഈ ഒരു പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നല്ല രീതിയിൽ നടപടി ഇല്ലെങ്കിൽ ഞങ്ങൾ യുവമോർച്ച എന്ന ലെവലിൽ ഞങ്ങൾ യുവമോർച്ച പ്രവർത്തകരുടെ ഇടയിൽ യുവമോർച്ച സിറ്റി ജില്ലയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഒരു വലിയൊരു പ്രതിഷേധ പരിപാടി ഈ ഒരു പ്രശ്നത്തിനെതിരെ ഞങ്ങൾ മുന്നോട്ട് നയിക്കും. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾ ഇന്നലെ രാവിലെ മരണപ്പെട്ട സമയത്ത് തന്നെ ഞങ്ങൾ മെഡിക്കൽ കോളേജ് സ്റ്റേഷനിലേക്ക് ബന്ധപ്പെട്ട സമയത്ത് ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ ആൾ മരണപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞത്, നിങ്ങൾക്ക് അർത്ഥം ഒഴിവാക്കിയാൽ പോലെ പിന്നെ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കണമെന്നുള്ള ഒരു 4 ലൈക്കിനും കുറച്ച് ഫോളോവേഴ്സിനും വേണ്ടിയിട്ട് ഒരാളുടെ ജീവിതം വലിച്ചിഴച്ച് കീറി. ഒടുവിൽ അയാളെ മരണത്തിലേക്ക് തള്ളിവിട്ടു. വെറും ഒരു വീഡിയോ പങ്കുവെക്കൽ മാത്രമല്ല, മറിച്ച് ദീപക് എന്ന യുവാവിനെ സമൂഹമധ്യം നിർത്തി വിചാരണ ചെയ്ത് അയാളെ കൊലപ്പെടുത്തുകയായിരുന്നു. ഫോൺ ക്യാമറ കയ്യിൽ ഉണ്ടെന്ന് കരുതി ആരെയും കൊന്നു തള്ളാമെന്നുള്ള അഹങ്കാരത്തിന് എന്തായിരിക്കും നിയമം മറുപടി കൊടുക്കുന്നത്? ബസ്സിൽ വെച്ച് എന്തോ സംഭവിച്ചതെന്ന് പറഞ്ഞ് ആ യുവാവിനെ ക്യാമറയ്ക്ക് മുൻപിൽ കൊണ്ടുവന്ന് നിർത്തി അപമാനിക്കുമ്പോൾ ഷിംജിത ചിരിക്കുകയായിരുന്നു. ആ ചിരി ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ കണ്ണുനീരായി മാറി. ദീപക് എന്ന യുവാവ് നിരപരാധിയാണെന്ന് ഉറക്കെ പറഞ്ഞിട്ടും ഷിംജിത ചിരിക്കുകയായിരുന്നു. ഒരു കേസ് വന്നപ്പോൾ എലിയെപ്പോലെ അവൾ മാളത്തിൽ ഒളിച്ചു. താൻ ചെയ്ത പ്രവൃത്തി ദീപകിനെ ബാധിക്കുമെന്നറിഞ്ഞിട്ടും അത് തുടർന്ന് കൊലപാതകത്തിന് തുല്യം ആയി. ഈ കാര്യത്തിൽ പ്രോസിക്യൂഷൻ ശക്തമായി വാദിച്ചാൽ മുൻകൂർ ജാമ്യം പോലും കിട്ടുകയില്ല അവൾക്ക്. പോലീസ് ആദ്യം ഇതൊരു ആത്മഹത്യയാക്കി മാറ്റാൻ ശ്രമിച്ചിരുന്നു. പിന്നീട് ഇത്രയും പ്രശ്നവും ചർച്ചകളും ആയി മാറിയപ്പോഴാണ് കേസാക്കി ഇത് മാറ്റിയിരിക്കുന്നത്. ലൈംഗികാതിക്രമം നടത്തിയെന്നാരോപിച്ച് യുവതി പങ്കുവച്ച വീഡിയോ പ്രചരിച്ചതിന് പിന്നാലെ ഗോവിന്ദപുരം സ്വദേശി ദീപക് ജീവനൊടുക്കിയ സംഭവത്തിൽ നാടൊന്നടങ്കം പ്രതിഷേധത്തിലാണ്. റീച്ചിനു വേണ്ടി ദീപകിനെ മോശക്കാരനായി ചിത്രീകരിച്ചത് പങ്കുവച്ച മലപ്പുറം സ്വദേശിനിയായ യുവതിക്കെതിരെയും പോലീസിന്റെ അനാസ്ഥയ്ക്കെതിരെയും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത്. യുവതിയുടെ രണ്ടാമത്തെ വീഡിയോയാണ് ദീപകിനെ കൂടുതൽ അസ്വസ്ഥനാക്കി മാറ്റിയത്. രാത്രി കിടപ്പുമുറിയിലേക്ക് പോയ ദീപക് ഞായറാഴ്ച രാവിലെ എഴുന്നേറ്റില്ല. വിളിച്ചിട്ടും എഴുന്നേൽക്കാത്തതിനാൽ വീട്ടുകാർ പിന്നീട് അയൽവാസികളെ വിളിച്ച് വിവരം പറഞ്ഞു. അവർ ചെന്ന് വാതിൽ പൊളിച്ചു നോക്കിയപ്പോഴാണ് തൂങ്ങി നിൽക്കുന്ന ദീപകിനെ കണ്ടത്. ഈ വീഡിയോ പ്രചരിച്ചതിനെ തുടർന്ന് യുവാവ് കടുത്ത മനോവിഷമത്തിലായിരുന്നുവെന്ന് സുഹൃത്തുക്കൾ പറയുന്നു. തന്നോട് മോശമായി പെരുമാറിയെന്ന് ആരോപിച്ച് കൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം യുവതി വീഡിയോ പങ്കുവച്ചത്. എന്നാൽ ദീപക് അത്തരം ഒരു സ്വഭാവക്കാരനല്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ.
യുവതി അരീക്കോട് പഞ്ചായത്തിലെ UDF വാർഡ് മെമ്പറാണ്. അതുകൊണ്ട് തന്നെ യുവതിക്ക് രാഷ്ട്രീയ സ്വാധീനവുമുണ്ട്. അതിൻ്റെ പിൻബലത്തിലാണ് പോലീസ് ഇത് അസ്വാഭാവിക മരണത്തിന് വേണ്ടിയിട്ട് കേസ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയത്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ നിന്നും രക്ഷപ്പെടാൻ നീക്കം ചെയ്യുകയാണെന്നും നാട്ടുകാരും പറയുന്നുണ്ട്. വീഡിയോ പോസ്റ്റ് ചെയ്തതിന് പിന്നാലെ ദീപക് ഏറെ അസ്വസ്ഥനായിരുന്നു. താൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് തന്നെയാണ് ദീപക് ഉറപ്പിച്ചു പറയുന്നത്. 7 വർഷമായി ഒരു ടെക്സ്റ്റൈൽസിൽ സെയിൽസ് മാനേജറായി ജോലി ചെയ്യുകയായിരുന്നു ദീപക്. കോഴിക്കോട് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. എന്തായാലും ദീപക്കിന് നീതി കിട്ടണം എന്ന് പറഞ്ഞ് ബന്ധുക്കൾ രംഗത്തെത്തിയത്. വീഡിയോ പ്രചരിച്ചപ്പോൾ തന്നെ ദീപക് നിയമ നടപടിയെക്കുറിച്ച് ആലോചിച്ചിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നുണ്ട്. വീഡിയോ പുറത്തു വന്നതോടെ മകൻ ആകെ തകർന്നുവെന്ന് ദീപക്കിൻ്റെ മാതാപിതാക്കൾ പറയുന്നു. മദ്യപാനശീലം പോലുമില്ലാത്ത യുവാവാണ് ദീപക് എന്നും സുഹൃത്തുക്കൾ പറയുന്നു. വസ്തുതാവിരുദ്ധമായ ആരോപണങ്ങൾ ആണ് യുവതി ആരോപിച്ചതെന്നും ഇതിനെ തുടർന്ന് ദീപക് കടുത്ത മാനസിക സംഘർഷത്തിൽ ആയിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നുണ്ട്. പയ്യന്നൂരിൽ സ്വകാര്യ ബസിൽ വെച്ച് ദീപക് ലൈംഗികാതിക്രമം കാണിച്ച് പൊതുപ്രവർത്തക കൂടിയായ യുവതിയെ വെള്ളിയാഴ്ച ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ഇതിന് പിന്നാലെ രാവിലെയാണ് കോഴിക്കോട് ഗോവിന്ദപുരത്തെ വീട്ടിൽ ദീപക്കിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ സമയം അച്ഛനും അമ്മയും മാത്രമായിരുന്നു വീട്ടിൽ. ഈ വീഡിയോയാണ് മരണത്തിന് കാരണമെന്ന് ബന്ധുക്കൾ പറയുന്നുണ്ട്. ദീപക് നിരപരാധിയാണെന്നും ഈ കാര്യത്തിലുള്ള വിഷമം രാത്രിയിൽ പങ്കുവച്ചിരുന്നുവെന്നും സുഹൃത്തുക്കൾ പറയുന്നു. മോശമായ രീതിയിൽ സ്പർശിച്ചു എന്ന കാര്യത്തിൽ യുവതി ഉറച്ചു നിൽക്കുകയാണ്. അപ്പോൾ തന്നെ വടകര പോലീസിന് പരാതി നൽകിയെന്ന് പറയുന്നു. എന്നാൽ അത്തരത്തിലുള്ള ഒരു പരാതിയും വടകര പോലീസിന് ലഭിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. ഇത് ഒരു സ്ത്രീ സുരക്ഷയെ മുൻനിർത്തി ചെയ്ത വീഡിയോ അല്ല. കഴിഞ്ഞയാഴ്ച ഇത്തരത്തിലുള്ള ഒരു വീഡിയോ മറ്റൊരു പെൺകുട്ടിയും പ്രചരിപ്പിച്ചിരുന്നു. സമാനമായ മറ്റൊരു സാഹചര്യം ഒത്തുവന്നപ്പോൾ ഇത് മുതലാക്കി വേറൊരു പെൺകുട്ടി മറ്റൊരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടു. ഊതിപ്പെരിപ്പിച്ച് കാണിക്കാൻ വിധം ഒന്നുമില്ല ഈ വീഡിയോ ക്ലിപ്പിൽ. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയായിട്ടാണ് നമുക്കിതിൽ കാണാൻ കഴിയുന്നത്. ആ ബസ്സിൽ ആളുകൾ തിങ്ങി നിൽക്കുകയല്ല, അത്യാവശ്യം സ്പേസ് ഉണ്ട്. ആ മനുഷ്യനെ കുടുക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമമാണ് നടത്തിയത്. അപമാനഭാരത്താൽ ആ മനുഷ്യൻ ജീവനൊടുക്കി. ഈ വീഡിയോ ക്ലിപ്പ് പ്രചരിപ്പിച്ചതിന് പിന്നാലെ അവർ മറ്റൊരു വീഡിയോ ക്ലിപ്പുമായും വന്നു. വിശദീകരണ വീഡിയോ ആയിരുന്നു. ബസ്സിലോ പൊതുസ്ഥലത്തോ വെച്ച് ആരെങ്കിലും മോശമായി പെരുമാറിയാൽ അബദ്ധത്തിൽ സംഭവിച്ചതെന്ന് നിസ്സാരവൽക്കരിക്കാൻ കഴിയില്ല. അതൊരു വ്യക്തിയുടെ സ്വഭാവ വൈകല്യത്തിൻ്റെ തെളിവാണെന്ന് പറഞ്ഞ് അവർ ആരോപിക്കുകയാണ്. ആരും എന്നെ ഒന്നും ചെയ്യില്ല എന്ന തെറ്റായ ബോധമാണ് ഇങ്ങനെയുള്ള ആളുകളെ ഇത്തരം പ്രവണതകൾ ആവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ചോദ്യം ചെയ്യപ്പെടാത്ത സ്വഭാവങ്ങൾ ആവർത്തിക്കപ്പെടുന്നു. തികച്ചും താന്തോന്നിത്തരമാണ് ഇവർ ചെയ്തത്. അതുകൊണ്ട് ഒരു നിരപരാധിയുടെ ജീവനാണ് പോയത്. ഇവിടെ ഇവർ സുരക്ഷിതയാണ്. ഇവരുടെ രാഷ്ട്രീയ ബലവും കുടുംബ പശ്ചാത്തലവും എല്ലാം നിങ്ങളുടെ പ്രൊഫൈൽ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. അങ്ങനെയുള്ളപ്പോൾ പുഷ്പം പോലെ നിങ്ങൾക്ക് ഊരിപ്പോവാം. മരണപ്പെട്ട വ്യക്തി ആരുമില്ലാത്തവനാണ്. വൃദ്ധരായ മാതാപിതാക്കളാണ് അയാൾക്ക് ആകെയുള്ളത്. ഇതിൻ്റെ പിന്നാലെ പോവാനൊന്നും ആ പാവങ്ങൾക്ക് പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ സുരക്ഷിത തന്നെയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ശരികൾ മാത്രമായിരുന്നു പ്രാധാന്യമുള്ളത്. അവൻ്റെ ലൈഫ് നിമിഷങ്ങൾ കൊണ്ടാണ് ഇല്ലാതാക്കിയിരിക്കുന്നത്. ഈ വീഡിയോ ക്ലിപ്പ് പരിശോധിക്കുന്ന ആർക്കും മനസ്സിലാവും നിങ്ങൾ അങ്ങോട്ട് മുട്ടാനായി ശ്രമിക്കുകയാണെന്ന്. നിയമം ഇപ്പോൾ സ്ത്രീകൾക്ക് അനുകൂലമാണല്ലോ എന്ന ചിന്തയാകാം ഇത്തരം പരിപാടിക്ക് വേണ്ടി നിങ്ങളെ പ്രേരിപ്പിച്ചത്. സമൂഹം അയാളെ ചോദ്യം ചെയ്യാൻ വേണ്ടി നിങ്ങൾ അത് പോസ്റ്റ് ചെയ്തു. അതിൻ്റെ പിന്നിലുള്ള ശരികേടുകൾ എന്താണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ട് പോലുമില്ല. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ സ്ത്രീകളെ തോണ്ടുന്നത് പുരുഷന്മാർക്ക് ഒരു ഹരമാണ്. അത്തരത്തിലുള്ള പുരുഷന്മാരുടെ വീഡിയോ എടുത്ത് പൊതുസമൂഹത്തിൽ തുറന്നു കാണിക്കുന്ന പ്രവണത പല കാലങ്ങളായി നടക്കുന്നു. എന്നാൽ യാതൊരു കാരണവും കൂടാതെ എങ്ങനെയെങ്കിലും വൈറലാകണമെന്ന വിചാരത്തിൽ മാത്രം ബസ്സിലെ ലൈംഗികാതിക്രമങ്ങൾ വീഡിയോ എടുക്കുന്നവരുടെ എണ്ണം ഇപ്പോൾ കൂടിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. വലിയ രീതിയിൽ അത് വൈറലാവുകയും ചെയ്തിരുന്നു. കോഴിക്കോട് ബസ്സിൽ വെച്ച് ലൈംഗികാതിക്രമം നടത്തിയ യുവാവ് ആത്മഹത്യ ചെയ്തത് വളരെയധികം മാനസിക സംഘർഷത്തിലായിരുന്നു ആ യുവാവ്.
യുവതിയുടെ അടിക്കുറിപ്പ് നമുക്കൊന്ന് വായിക്കാം. സമൂഹത്തിന് വിട്ടുതന്നിരിക്കുന്നു. 15/1/2026 പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പയ്യന്നൂർ ബസ് സ്റ്റാൻഡിലേക്കുള്ള ബസ്സിൽ കയറിയപ്പോൾ മുതൽ മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടിയെ ഡിസ്റ്റർബൻസ് കണ്ടിട്ട് ഞാൻ വീഡിയോ ഓൺ ചെയ്തു വെച്ചു. അത് അവൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങേരെ അവസരങ്ങൾ കാത്തു നിന്നുകൊണ്ടേയിരുന്നു. ബസ് നിർത്തി ഇറങ്ങാൻ സമയം ആ കൈകൾ അറിയാതെ എനിക്ക് നേരെയും വന്നു. ഞാൻ ചോദിച്ചു തുടങ്ങിയപ്പോഴേക്കും ആള് പെട്ടെന്ന് ഇറങ്ങി കളഞ്ഞു. ഈ മാനി അദ്ദേഹത്തെ അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അന്വേഷിക്കണേ എന്നായിരുന്നു ഈ അറിയിപ്പ്. ഇത് ഒരു കുറ്റവും ചെയ്യാത്ത ആ മനുഷ്യൻ മറ്റാർക്കും മുന്നിൽ ചോദ്യചിഹ്നമായി. ഒടുവിൽ ആത്മഹത്യ ചെയ്തു. താൻ അപമാനഭാരത്താലാണ് ഇങ്ങനെയൊരു ജീവനൊടുക്കാനുള്ള ഒരു സംഭവത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചേക്കുന്നത്. പക്ഷേ ഈ സ്ത്രീ സ്വന്തം കാര്യത്തിന് വേണ്ടി, റീച്ചിന് വേണ്ടി മാത്രം ചെയ്തിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അല്ലാതെ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടോ സ്ത്രീയുടെ നീതിക്ക് വേണ്ടിയിട്ടോ ചെയ്തതല്ല എന്നുള്ള കാര്യം നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ വ്യക്തമാകുന്ന ഒരു കാര്യം തന്നെയാണ്.